എനിക്കൊന്ന് ഇങ്ങനെയുള്ള അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്താൻ വിധിക്കപ്പെട്ട ആളാ അല്ലേ? വിധിക്കപ്പെട്ടവരല്ല, ഉത്തരവാദിത്തപ്പെട്ട. വിധിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ജോലി. ഇതുപോലെ ഏതെങ്കിലും നിങ്ങൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ഏരിയയിലെ ഏറ്റവും അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു 2018 പ്രളയം. ആ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഓഗസ്റ്റ് 15 ആ ഒരു സമയത്താണല്ലോ ഇത് തുടങ്ങുന്നത്. അപ്പൊ അന്ന് ഞാൻ പരേഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എറണാകുളത്ത് കാക്കനാട് കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് മഴ കൂടുന്നു, കൺട്രോൾ റൂമുകൾ സജ്ജീകരിക്കുന്നു. അപ്പൊ അങ്ങനെ ആലുവയിലെ കൺട്രോൾ റൂമിന്റെ ചാർജായിട്ട് കൺട്രോൾ റൂമിൽ വേണമല്ലോ. അപ്പൊ അങ്ങനെ അവിടേക്ക് പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ എമർജൻസിയിൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമല്ലോ. കമാൻഡ്, കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ, ആ ഒരു 3 കൺസെപ്റ്റ് ആണല്ലോ. ഒരു ഡിസിപ്ലിൻ്റെ ഫോഴ്സാണ്. അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിജയിക്കാൻ. അപ്പോൾ അങ്ങനെ അവിടെ കൺട്രോൾ റൂം തുറന്നു. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കോളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 28 ദിവസം പ്രായ ഒരു കുട്ടി, അതിൻ്റെ അമ്മയും അവർ ഒറ്റപ്പെട്ട് പോയിട്ട് ഏകദേശം ഒരു 20-22 മണിക്കൂറായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ ഫീഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കൺട്രോൾ റൂമിലേക്ക് ഒരു ഫോൺ വന്ന സമയത്ത് എപ്പോൾ വേണേലും ഫോൺ വേഗം തന്നെ ഓഫായി പോകും, സാർ എത്രയും വേഗം എത്തണം എന്ന് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ പുഴ ക്രോസ് ചെയ്യാൻ വള്ളക്കാരും തയ്യാറല്ല. കാരണം അത്രമാത്രം പാലം മുട്ടി വെള്ളം ഒഴുകാണ്, ആലുവ പാലം. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്തു പോകാൻ രാത്രിയിലാണ്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് പോകാൻ തീരുമാനിച്ച് നമ്മുടെ കൂടെയുള്ള, നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള നമ്മൾ ഈ ഒരു നന്മ ഉള്ളൊരു എല്ലാ ജോലികളും അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ സാഹസികതയും നന്മയും ധൈര്യവും എല്ലാം കൂടെ ചേർന്നൊരു പ്രവർത്തനമാണല്ലോ. അപ്പോൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഡിങ്കി കീഴ്മേൽ മറിഞ്ഞ് ഞങ്ങളുടെ 3 ജീവനക്കാർ വെള്ളത്തിൽ പോയി. അപ്പം അങ്ങനെ, പക്ഷെ നമ്മുടെ എല്ലാ സുരക്ഷിതത്വത്തിനുള്ള സംവിധാനങ്ങൾ മുൻകരുതൽ എടുത്തുകൊണ്ട് നമ്മൾ പോകുന്ന ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ, അതുപോലെ സേഫ്റ്റി ലൈനൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പോയതുകൊണ്ട് ഈ 3 പേരും അതിൽ പിടിച്ച് അവർക്ക് അപകടമൊന്നും കൂടെ അവർ രക്ഷപ്പെട്ടു. എന്നിട്ട് നമ്മൾ അപ്പുറം എത്തി. അങ്ങനെ പോയപ്പോഴും ഇവർക്കുള്ള കുറച്ച് ബ്രെഡ്, പഴം, ഭക്ഷണ സാധനമൊക്കെ അപ്പോഴത്തേക്കും ഒരു വല്ലാത്ത കറണ്ടെല്ലാം പോയി, മൊബൈലെല്ലാം ഓഫായി പോയി. ഇവരുമായിട്ട് നമുക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ ഈ അമ്മയും കുട്ടിയും അവിടുന്ന് ഇൻഡിവിജ്വലായിട്ട്, പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കടുങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ ഏകദേശം 38,000 ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്ന്, ചിലതൊക്കെ അല്പം ഗൗരവമുള്ളതായിരിക്കും, എന്നാൽ നമുക്കറിയാം നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്ന ഒരു റിലാക്സ് ആയ സ്റ്റേജാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ മനസ്സിലൊരു ഭയം തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു സഹായം വേണമെന്നൊരു തോന്നൽ വരും. അപ്പം ആ ഒരു തോന്നൽ അത് കൊടുക്കാനായിട്ട് ഔദ്യോഗികമായിട്ട് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരായപ്പോൾ നമുക്കത് ഓടിയെത്തണമല്ലോ. തൃശ്ശൂർ ചിയ്യാരം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കിണറ്റിലൊരു അമ്മ വെള്ളം കോരിക്കൊണ്ടിരുന്ന സമയത്ത് മതിലിടിഞ്ഞ് കിണറ്റിൽ വീണു. അപ്പോൾ നമുക്ക് എമർജൻസി റെസ്ക്യൂ ടെൻഡർ ഒരു വാഹനമുണ്ട്, അത് വളരെ വേഗത്തിൽ നമ്മൾ പോവും. അപ്പോൾ അവിടെ നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ആ സ്ഥലത്തെത്തി. ഫയർ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്ന രംഗം, ഈ അമ്മ ആ മോട്ടറിൻ്റെ ഫുട്വാലിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം മൂക്കിൻ്റെ ലെവൽ വരെ വെള്ളം എത്തി. അപ്പോൾ ആ ഒരു ജീവൻ നിലനിർത്താനുള്ള ആ ഒരു ശ്രമം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ഇറങ്ങുക. പക്ഷെ അവിടെ അതിനൊക്കെ പോയ അമ്മ താന്നു പോകും. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ അപ്പോൾ ഈ എമർജൻസി റെസ്ക്യൂ ടെൻഡറിൽ നിന്ന് എടുത്തൊരു റോപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ബിനോജ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, അദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട്, എവിടെയാണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. അപ്പം അദ്ദേഹത്തിന് ഈ റോപ്പ് ഇട്ടു. ബിനോജെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കിണറ്റിലേക്ക് ചാടി എന്ന് വേണേൽ പറയാം. ഞാൻ ചാടി. അവിടെ നമ്മൾക്ക് വേറെ നോക്കാനൊന്നും ഇല്ല. അപ്പോൾ സേഫ്റ്റി ലൈൻ ഇട്ടിട്ടൊക്കെ ഇറങ്ങാമെന്ന് പറയും. അപ്പം ഇറങ്ങി ഒരു 4 സെക്കൻഡ് കൊണ്ട് ഞാൻ താഴെ എത്തുമ്പോൾ ഈ അമ്മയുടെ കൈ മാത്രമേ മുകളിലുള്ളൂ, ഒരു മുങ്ങി. അപ്പം ഞാൻ ആ കയ്യെ പിടിച്ച് മേലേക്ക് പൊങ്ങിയപ്പോൾ ഒരു ശ്വാസം എടുത്തൊരു രംഗമുണ്ട്, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഒരു പോയി എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ വലിച്ചു പൊക്കി പിടിച്ചു. അപ്പോഴത്തെ എൻ്റെ കയ്യിലൊക്കെ പിന്നെ മോളിൽ കയറി വന്നപ്പോൾ 2 കയ്യിലും തൊലിയൊന്നും ഇല്ലായിരുന്നു. കുറച്ച് പെട്ടെന്ന് റോപ്പാകുമ്പോഴേ നമുക്ക് എൻ്റെ ശരീരഭാരം പ്ലസ് ഏകദേശം ഒരു 40 അടി ആഴമുള്ള കിണറായിരുന്നു. അപ്പോൾ എന്തായാലും അവരെ വലിച്ചു പൊക്കി പിടിച്ചു. അതിനുശേഷം ഇവരെ കയറ്റാനുള്ള നെറ്റുണ്ട്, ആ നെറ്റ് ഇറക്കി തന്നു. ആ നെറ്റിൽ ഇവരെ കയറ്റി അങ്ങനെ അവരെ രക്ഷപ്പെട്ടു. ഇനി ഇതുപോലെ കോതമംഗലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു വിവാഹം കഴിഞ്ഞ് വന്നൊരു ആളാണ്, ഒരു 25 വയസ്സോളം പ്രായമുണ്ട്. അവരിതുപോലെ വെള്ളത്തിൽ വീണു. അപ്പം നമ്മൾ വേഗം പോവുകയാണ്, പക്ഷേ വഴിയിൽ ചില ബ്ലോക്കൊക്കെ വന്ന് നമ്മൾ ഇത്തിരി ഡിലേ ആയിപ്പോയി. അപ്പം നമ്മളിവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നാളെ എടുത്ത് ആശുപത്രി എത്തിച്ചു. ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ CPR കൊടുത്തുകൊണ്ട് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഒരു മിനിറ്റൊക്കെ, ഒരു സെക്കൻഡിൻ്റെ വില എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് രക്ഷാപ്രവർത്തനത്തിൽ വളരെ പ്രാധാന്യമുള്ള. അപ്പം പിന്നെ എന്തായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കേ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.